റെയിൽവേയുടെ പുതിയ ടിക്കറ്റ് നിരക്ക് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. 215 കിലോമീറ്റർ വരെ ഓർഡിനറി ടിക്കറ്റിന് വില കൂടില്ല. 500 കിലോമീറ്റർ ദൂരമുള്ള നോൺ AC യാത്രയ്ക്ക് 10 രൂപ അധികം നൽകേണ്ടി വരും. മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലെ നോൺ AC ക്ലാസുകളിൽ കിലോമീറ്ററിന് 2 പൈസയുടെ വർധനയും ഉണ്ടാകും. അതേസമയം സീസൺ ടിക്കറ്റിന് നിരക്കിൽ മാറ്റമില്ല. AC കോച്ചുകളിലും മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലെ നോൺ AC വിഭാഗങ്ങളിലും യാത്രാനിരക്ക് വർദ്ധിച്ചു. കിലോമീറ്ററിന് 2 പൈസയാണ് കൂടിയത്. ഇതനുസരിച്ച് 500 കിലോമീറ്റർ നോൺ AC യാത്രയ്ക്ക് 10 രൂപ അധികമായി നൽകണം. 215 കിലോമീറ്റർ വരെ സാധാരണ ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇത് ബാധകമല്ല. അതേസമയം സബർബൻ സീസൺ ടിക്കറ്റുകളുടെ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. മുംബൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ സബർബൻ ട്രെയിനുകളിലും നിലവിലെ നിരക്കുകൾ തുടരും. പ്രതിമാസ സീസൺ ടിക്കറ്റുകളുടെ നിരക്കിലും വർധനയില്ല. സാധാരണ യാത്രക്കാരെയും കുറഞ്ഞ വരുമാനക്കാരെയും ഈ നിരക്ക് വർധന കാര്യമായി ബാധിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. നിരക്ക് വർധനയിലൂടെ ഏകദേശം 600 കോടി രൂപയുടെ അധിക വരുമാനമാണ് ലക്ഷ്യമിടുന്നത്. 2018 ശേഷം രാജ്യത്ത് റെയിൽവേ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ലെന്നും നടത്തിപ്പ് ചെലവ് വർദ്ധിച്ചതിനാലാണ് ഇപ്പോൾ ചാർജ് കൂട്ടുന്നത് എന്നുമാണ് റെയിൽവേയുടെ വിശദീകരണം. നിലവിൽ ജീവനക്കാരുടെ ശമ്പള ഇനത്തിൽ മാത്രമുള്ള ചെലവ് 1,15,000 കോടി രൂപയായും പെൻഷൻ ചെലവ് 60,000 കോടി രൂപയായും വർദ്ധിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ പറയുന്നു. ഈ അധിക ബാധ്യതകളൊക്കെ മറികടക്കുന്നതിനായി ചരക്ക് നീക്കം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം യാത്രാ നിരക്കുകളിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തിയതെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV.